പ്രത്യേകിച്ച് എൻ്റെ ഉപ്പയും എൻ്റെ ഉപ്പയുടെ ഉപ്പയും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ആളുകളായിരുന്നു. ഏതെങ്കിലും വ്യക്തികൾ അങ്ങനെ എന്തെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ ഈ ആശയം എന്നുള്ളതിനപ്പുറത്ത്? ഞങ്ങളൊരു 25 വീട് പ്രഖ്യാപിച്ചിരുന്നു. അതിപ്പോൾ ഒരു ചർച്ചയാണ്. ആ 25 വീട് പ്രഖ്യാപിച്ചപ്പോൾ 40,000 മുതൽ 50,000 വരെ പൊതിച്ചോറ് ഒരു ദിവസം കൊടുക്കുന്ന സംഘടനയാണ് DYFI. സ്വാതന്ത്ര്യ സമരത്തിന് 100% ആളുകൾ അണിനിരന്നിട്ടില്ലല്ലോ. ഒരു ഇൻഹൗസ് മീറ്റിങ്ങിൽ യൂത്ത് കോൺഗ്രസ്സുകാരോട്, അതായത് ഞങ്ങൾ എതിരാളികളോട് പറഞ്ഞു DYFIയെ കണ്ടുപിടിക്കണം. അങ്ങനെ അവാർഡ് കൊടുക്കുന്നതിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേർക്ക് വോളണ്ടറിയായി രക്തം ദാനം ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ, സംഘടന, അതിൻ്റെ നമ്പർ 1 ഞങ്ങളുടെ സംഘടന DYFI ആണ്. ഈ പൊതിച്ചോറിനോടൊപ്പം തന്നെ ചോറ് കൊടുക്കുകയും ചോര കൊടുക്കുകയും ചെയ്യുന്ന സംഘടനയാണ് DYFI. അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മറ്റുള്ളവർക്ക് പറ്റാത്തൊരു സാഹചര്യം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ടുണ്ടോ? അങ്ങനെ അവർ നമ്മളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടമൊന്നുമല്ല. പിന്നെ അവർ ഈ പറയുന്നത് പോലെ ഈ ഡിജിറ്റൽ യുഗത്തിൽ പൂർണ്ണമായും ഇടപെടുന്നവരാണ്. നമ്മൾ അന്ന് ധരിച്ച വസ്ത്രം ഇന്ന് ധരിക്കണം, അന്ന് ഞാൻ നടന്നായിരുന്നു സ്കൂളിൽ പോയത്, എൻ്റെ മക്കളും നടന്നു പോയാൽ മതി എന്ന് പറയുന്നതിലൊരു അർത്ഥമില്ല. കൊറിയൻ പാട്ടാണ് കുട്ടിക്ക് ഇഷ്ടം. വലിയൊരു ട്രെൻഡാണ് കൊറിയൻ പാട്ട്. കൊറിയൻ ബാൻഡില്ല പുതിയ, VD സതീശൻ. കേരളം ആഗ്രഹിക്കാത്ത, പ്രതീക്ഷിക്കാത്ത ഒരു പ്രതിപക്ഷ നേതാവ്, യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വമായിരുന്ന വ്യക്തി. സൗഹൃദമുണ്ടോ? സൗഹൃദമുണ്ട്. ഉണ്ട്. മനസ്സിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും ഒരു മൊമെൻറ്റോ, ഒരു ഇൻസിഡൻറ്റോ, ഒരു വ്യക്തിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇത്തരത്തിൽ? ഹായ്, നമസ്കാരം. RJ തൻവീർ ആണ് ഫ്രം 360 റേഡിയോ. ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ ഒരു അടിപൊളി ഗസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എല്ലാ ഗസ്റ്റിനും കിട്ടുമ്പോൾ അടിപൊളി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും ഇതൊരു കിടിലൻ ഗസ്റ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ റേഡിയോയിൽ അങ്ങനെ വരാത്ത ടൈപ്പ് ഓഫ് ചില ആളുകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അങ്ങനെ വരാത്തൊരു വിഭാഗം പൊളിറ്റീഷ്യൻസ് ആണ്. അപ്പോൾ അത്തരത്തിലൊരു രാഷ്ട്രീയ നേതാവാണ്. അതിനകത്തൊരു യുവജന നേതാവ് എന്ന് അഡ്രസ്സ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എഡ്യൂട്ടൈൻമെൻറ്റ് റേഡിയോയ്ക്ക് ഏറ്റവും മാച്ച് ആയിട്ടുള്ളൊരു ഗസ്റ്റാണ്. വസീഫാണ്, DYFIയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. നമസ്കാരം. നമസ്കാരം. എന്താണ് ഇപ്പോൾ UAE എത്താനുള്ളൊരു സാഹചര്യം? എന്താണ്? UAE ഒരു സാംസ്കാരിക സംഘടന ഉണ്ട്, ഓർമ്മയുടെ ഒരു മേഖലാ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നതാ. അടിപൊളി. അപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ മേധാവി ഞങ്ങളുടെ നാട്ടുകാരൻ കൂടിയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ കാണുക, സ്കൂളൊന്ന് കാണുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇവിടെ വന്നു. നിങ്ങൾ പിടിച്ചു. ഇവിടെ വരുമ്പോൾ കുറച്ച് ദിവസം ചാനലുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ട്. അതിപ്പോൾ നിങ്ങളെ ചാനലിലെത്തി. റേഡിയോയിലൊക്കെ ഇതിനു മുമ്പ് പോയിട്ടുണ്ടോ? റേഡിയോ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടോ? റേഡിയോ ഇൻ്റർവ്യൂ അങ്ങനെ കൊടുക്കാറില്ല. TV ചാനലാണ് നമ്മുടെ ഒരു. അതെ. നിർബന്ധിച്ച് അങ്ങനെ ഉണ്ടല്ലോ, നിർബന്ധാവസ്ഥയിൽ പോകേണ്ടതാണല്ലോ. അതെ. ഈ TV ചാനലിൽ നിങ്ങളുടെ ഒരു പോക്കൊക്കെ എങ്ങനെ? ഇതൊരു ഇങ്ങനെ പാർട്ടി തീരുമാനിക്കുന്നത് അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ നടക്കുന്ന പ്രവൃത്തി എന്താണെന്ന് ആളുകൾക്ക് അറിയാനൊരു കൗതുകം ഉണ്ടാവും. എങ്ങനെയാണ് ഒരാളൊരു TV ചാനലിലേക്ക് എൻ്റർ ആവുന്നത് ഈ ഒരു ചർച്ചയ്ക്കൊക്കെ വേണ്ടിയിട്ട്? അത് ഓരോ വിഷയത്തിന് അവർ പാർട്ടിയുടെ ഓഫീസുമായി ബന്ധപ്പെടുന്ന സമയത്ത് ഇവിടെ ഒരു പാനൽ തയ്യാറാക്കി ആ പാനലിൽ നിന്ന് ആളുകളെ കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ചെയ്യുക സാധാരണ. അതിപ്പോൾ എല്ലാ പാർട്ടിക്കാർക്കും ആ ഒരു രീതി തന്നെ ആയിരിക്കുമോ? എല്ലാ പാർട്ടിക്കും എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഞങ്ങളുടെ പാർട്ടിക്ക് അങ്ങനെ ഒരു രീതി ഉണ്ട്. പാർട്ടി ഓഫീസിൽ നിന്ന് ആണ് ആളുകളെ ചാനലിലേക്ക് കൊടുക്കുക. അപ്പോൾ ഇതിൽ അവിടെ സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അതിന് ട്രെയിനിങ്ങോ അങ്ങനെ വല്ലതൊക്കെ കിട്ടുന്നുണ്ടോ? അതിപ്പോൾ നമ്മളെ ഈ സമൂഹത്തിലുള്ള ഇടപെടൽ തന്നെയാണ് അതിൻ്റെ ട്രെയിനിങ്. അത് തന്നെയാണ്. പിന്നെ നമ്മളൊരു ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാവേണ്ട ധാരണകളിൽ നിന്നാണല്ലോ നമ്മൾ സംസാരിക്കുക. അല്ലാതെ മറ്റൊരു സാധാരണ ഇങ്ങനെ ഒരു ട്രെയിനിങ്, കോർപ്പറേറ്റ് ട്രെയിനിങ് പോലെയുള്ള ഒരു ട്രെയിനിങ് ഒന്നും ഞങ്ങൾക്കില്ല. അതൊരു സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന പഠനമാണ്. പിന്നെ പാർട്ടി തന്നെ ഒരു വലിയ വിദ്യാഭ്യാസം തരുന്ന ഒരു സംവിധാനമാണല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന വിവരം തന്നെയാണ്. വസീഫ, എങ്ങനെയാണ് ഈ ഒരു രാഷ്ട്രീയത്തോടുള്ളൊരു താല്പര്യമൊക്കെ വരുന്നതും സജീവമാകുന്നതും? എനിക്ക് അവിടുന്ന് മുതലേ ഉണ്ടെന്ന് തോന്നുന്നു. അതെ. ബാലസംഘത്തിൽ ആണ് വരുന്നത്. ബാലസംഘത്തിൽ വരുന്നു, ഈ കലാജാഥകളിലൊക്കെ അംഗമാവുന്നു. പിന്നെ കോളേജിൽ വരുന്നു, MAMO കോളേജിൽ വരുന്നു, SFIയിൽ വരുന്നു, അങ്ങനെ വരുന്നതാണ്. അപ്പോൾ അതിൽ പൊതുവേ ഇങ്ങനെ ഒരു സമൂഹത്തിൽ പൊതുവേ ചേർത്ത് നിർത്താൻ പറ്റുന്ന, സ്വീകരിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നുള്ളൊരു ധാരണയെ തന്നെയാണ് ചേരുന്നത്. പ്രത്യേകിച്ച് എൻ്റെ ഉപ്പയും എൻ്റെ ഉപ്പയുടെ ഉപ്പയും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു താല്പര്യവും അങ്ങനെയാണ് ഇത് അടുക്കുന്നത്. ദേശാഭിമാനിയൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വീട്ടിൽ ദേശാഭിമാനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് വായിക്കുക. അങ്ങനെ പിന്നെ ഇങ്ങനെ വന്നു പോയതാണ്. പിന്നെ അങ്ങനെ സ്വാഭാവികമായിട്ടും
വരുമല്ലോ നമ്മൾ ഗ്രാജുവലി അങ്ങനെ വന്നതാ. ഏതെങ്കിലും വ്യക്തികൾ അങ്ങനെ എന്തെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ ഈ ആശയം എന്നുള്ളതിനപ്പുറത്ത്? ചെറുപ്പത്തിലൊക്കെ നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു സംഭവമൊക്കെ തോന്നുമല്ലോ. അല്ല, അത് സ്വാഭാവികമായിട്ടും എനിക്ക് എല്ലാ കാലത്തും ഞങ്ങളുടെ സംഘടനയിലെ പാർട്ടിയിലെ ലീഡർഷിപ്പിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ വലിയ ഒരു താല്പര്യവും ഇഷ്ടവും ഒക്കെ തോന്നാറുണ്ട്. അതിപ്പോഴും തോന്നാറുണ്ട്, അന്നും തോന്നാറുണ്ട്. നേതൃത്വത്തോടൊക്കെ ഉള്ളൊരു ഇഷ്ടവും അവരുടെ ഒരു ഇടപെടലും, അപ്പോൾ അവരോട് തോന്നുന്ന നമുക്കുള്ള അവരുടെ ഇടപെടലിൽ തോന്നുന്ന ഒരു കൗതുകവും, അപ്പോൾ അവരുടെ സംസാരത്തിൽ തോന്നുന്ന ഒരു താല്പര്യവും അതൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഒരു യുവജന നേതാവ് എന്നുള്ള നിലക്കും ആ ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളെന്നുള്ള നിലക്കും കൂടെ ചോദിക്കുകയാണ്. നമ്മളെപ്പോഴും ഒരു പൊതുബോധമുണ്ട്, പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ പുതിയ ചെറുപ്പക്കാർക്ക് രാഷ്ട്രീയത്തിനോട് പൊതുവെ ഒരു വിമുഖതയുണ്ട്. അവിടെ പുള്ള് എന്താ പറയുക, നമുക്ക് ചേർന്നൊരു സംഭവമല്ല, കുറേ വയലൻസ് ആണ് അങ്ങനെയാണ് എന്നൊക്കെയുള്ളൊരു ധാരണ ആളുകളുടെ ഇടയിൽ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അതിലൊരു യാഥാർത്ഥ്യം ഉണ്ടോ? DYFIൻ്റെ ഒരു ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ആളുകൾ എത്രത്തോളം ഇങ്ങനെ മുന്നോട്ടേക്ക് വരുന്നുണ്ട്? അതിൽ യാഥാർത്ഥ്യം ഇല്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം ഇപ്പോൾ നമ്മൾ നേരത്തെ കാഷ്വൽ ടോക്കിൽ സംസാരിച്ചൊരു കാര്യമുണ്ട്. ഇപ്പോൾ വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായ സമയത്ത് ഏറ്റവും ഇപ്പോൾ അടുത്തൊരു ഉദാഹരണം എന്നുള്ള നിലക്ക് അവിടെ രക്ഷാപ്രവർത്തനത്തിന് വന്ന യുവജനങ്ങളുടെ എണ്ണം നിങ്ങൾ കണ്ടു കാണും. അത് ഇപ്പോൾ ഞങ്ങളുടെ സംഘടന, എൻ്റെ സംഘടന DYFI, അതിൻ്റെ ഒരു ഭാഗമാണ് യൂത്ത് ബ്രിഗേഡ്. നൂറുകണക്കിന് ചെറുപ്പക്കാരാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഈ രക്ഷാപ്രവർത്തനത്തിന് ഞങ്ങളുടെ കൂടെ തോളോട് തോൾ ചേർന്ന് ദിവസങ്ങളോളം അവിടെ പ്രവർത്തിച്ചത്. അതിൻ്റെ തുടർച്ചയായി കേരളത്തിലുടനീളം ഞങ്ങളൊരു 25 വീട് പ്രഖ്യാപിച്ചിരുന്നു. അതിപ്പോൾ ഒരു ചർച്ചയാണ്. ആ 25 വീട് പ്രഖ്യാപിച്ചപ്പോൾ അതിനുവേണ്ടി പണം സമാഹരിക്കുമ്പോൾ 20 കോടി രൂപ അത് ആക്രി പെറുക്കി സമൂഹത്തിൽ ആളുകൾ വീടുകളിലൊക്കെ ഉപേക്ഷിക്കുന്ന പത്രം, പ്ലാസ്റ്റിക്, ഇരുമ്പ് ഇതെല്ലാം പെറുക്കി വിൽപ്പന നടത്തിയിട്ടാണ് ഞങ്ങൾ ആ പണം കണ്ടെത്തിയത്. അത് ഒരു ചെറിയ കാര്യമല്ലല്ലോ. കാരണം ഞങ്ങളുടെ ഒരു എതിർ സംഘടന വലിയ സംഘടനയാണെന്ന് സ്വയം മീനി നടത്തി നടക്കുന്ന സംഘടനയ്ക്ക് ആകെ കിട്ടിയത് 88 ലക്ഷം. പക്ഷെ അപ്പോൾ 20 കോടിക്ക് വേണ്ടി എടുത്തൊരു എഫേർട്ടുണ്ട്. അതൊരു വലിയ എഫേർട്ടാണ്. അത് ഒരുപാട് ചെറുപ്പക്കാരുടെ ഒരു ശ്രമകരമായ ഇടപെടൽ കൊണ്ടുണ്ടായതാണ്. അപ്പോൾ അത്രയും ചെറുപ്പക്കാർ ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ മറ്റൊരു പ്രവർത്തനമാണ് മെഡിക്കൽ കോളേജുകളിൽ പൊതിച്ചോറ് കൊടുക്കുന്നത്. 40,000 മുതൽ 50,000 വരെ പൊതിച്ചോറ് ഒരു ദിവസം കൊടുക്കുന്ന സംഘടനയാണ് DYFI. അത് ഏതെങ്കിലും ആളുകൾക്ക് കരാർ കൊടുത്ത് കൊണ്ടുകൊടുക്കുകയല്ലല്ലോ. ഓരോ ദിവസവും വീടുകളിൽ കയറി അവിടെ നിന്ന് ശേഖരിച്ച് കേരളത്തിലെ വിവിധ ആശുപത്രികളിലേക്ക് കൊണ്ടുപോയി കൊടുക്കുക. അതിന് എത്ര ചെറുപ്പക്കാരാണ് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കണ്ണി ചേരുന്നത്. അപ്പോൾ ഇത് ഓരോ സാധാരണക്കാരുടെയും വീടുകളിൽ പോയിട്ട് നിങ്ങളതിങ്ങനെ പൊതിയാക്കി വാങ്ങിക്കുകയാണോ അവരെടുത്ത്? അതെ, അത് ആദ്യം ഇപ്പോൾ ഓരോ പ്രദേശത്ത് ചാർജ് കൊടുത്ത് ആ പ്രദേശത്തുള്ളവർ ആദ്യം പോകും. ഒരാഴ്ച മുമ്പ് വീട്ടിൽ പോയി വിവരം കൊടുക്കും, ഇന്ന ദിവസം മെഡിക്കൽ കോളേജിൽ ചോറ് കൊടുക്കുന്നത് നമ്മളാണ്. അപ്പോൾ ആ വീടുകളിലൊക്കെ പറഞ്ഞിട്ട് അവരോട് പറയും, നമുക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് 1 പൊതി 2 പൊതി പരമാവധി 5 പൊതി, ചിലരൊക്കെ ചിലപ്പോൾ 1-2 അധികമൊക്കെ ഉണ്ടാവും, നിങ്ങൾ തരണേ എന്ന് പറയും. പിന്നെ തലേ ദിവസമോ അല്ലെ അതിൻ്റെ തൊട്ട് തലേ ദിവസമോ പോയിട്ട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തും. ഇതൊക്കെ ഒരു വലിയ സംഘടന വർക്കല്ലേ, ഇതിനൊക്കെ ചെറുപ്പക്കാർ ഇറങ്ങി നിൽക്കുകയല്ലേ. അപ്പോൾ ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്, അതിൽ ഇടപെടുന്നുണ്ട്. കോവിഡ് വന്ന സമയത്ത് നമ്മൾ കണ്ടതല്ലേ, ചെറുപ്പക്കാരെവിടെ, അവർക്ക് ഇതിലൊന്നും താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്താണ് കോവിഡ് വന്നത്. പലരും മാറി വീട്ടിലിരുന്ന സമയത്ത് ഈ ചെറുപ്പക്കാർ അവരുടെ വാഹനം ഒക്കെ എടുത്ത് സ്നേഹവണ്ടികളായി PP കിറ്റ് ഇട്ടും BP കിറ്റ് ഇടാതെയും ഒക്കെ രോഗം ബാധിച്ച ആളുകളെയൊക്കെ പിടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടവരെയൊക്കെ അവരൊക്കെ കൂട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന രംഗമൊക്കെ നമ്മൾ കണ്ടു. ഈ കോവിഡ് ബാധിച്ചവരുടെ ബോഡി സംസ്കരിക്കുന്നിടത്തും ആരാ ഉള്ളത്? ഈ ചെറുപ്പക്കാരാ. അപ്പോൾ ചെറുപ്പക്കാരൊക്കെ ഉണ്ട് സമൂഹത്തിൽ, സജീവമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിനൊക്കെ ഉണ്ട്, സംഘടനാ പ്രവർത്തനത്തിനുണ്ട്. പിന്നെ ഏറിയും കുറഞ്ഞൊക്കെ ഉണ്ടാവും. അതിപ്പോൾ ഏത് കാലത്തായാലും സ്വാതന്ത്ര്യ സമരത്തിന് 100% ആളുകൾ അണിനിരന്നിട്ടില്ലല്ലോ. ആ സമയത്തും അതിനെ എതിർത്തവരും പിന്തിരിഞ്ഞു നിന്നവരും ബ്രിട്ടീഷുകാരോട് ചേർന്ന് നിന്നവരും മാപ്പ് എഴുതി കൊടുത്തവരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാ കാലത്തും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ താല്പര്യക്കുറവിൻ്റെതല്ല, ഓരോ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിനനുസരിച്ച് ഉള്ള ഇടപെടലുണ്ട്, ചെറുപ്പക്കാരുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു ബോധ്യം. ഈ പൊതിച്ചോറ് എന്നുള്ളത് തന്നെ ഒരു സെപ്പറേറ്റ് ചോദ്യമാക്കി ഞാൻ വെച്ചതായിരുന്നു. വലിയൊരു അഭിനന്ദനം സൊസൈറ്റിയിൽ കിട്ടിയതാണ്. ചില സമയത്തൊക്കെ അത് ട്രോളുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഒരു മഹത്തായിട്ടുള്ളൊരു ഇനീഷ്യേറ്റീവാണിത്. ആ ഇനീഷ്യേറ്റീവിൻ്റെ ഒരു തുടക്കം എവിടുന്നാണ്, എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? അല്ല, ഇപ്പോൾ നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അതിന് അഭിനന്ദനം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് തന്നെ അതിൽ ഏറ്റവും ഒരു
സന്തോഷം തോന്നിയ, ഒരു അഭിമാനം തോന്നിയൊരു നിമിഷമുണ്ട്. രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഞങ്ങളുടെ എതിരാളി, നേരത്തെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്ന ബഹുമാന്യനായ രമേശ് ചെന്നിത്തല ഒരു ഇൻഹൗസ് മീറ്റിങ്ങിൽ യൂത്ത് കോൺഗ്രസ്സുകാരോട്, അതായത് ഞങ്ങൾ എതിരാളികളോട് പറഞ്ഞു, DYFIയെ കണ്ടുപിടിക്കണം, അവർ നടത്തുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങളൊന്ന് മാതൃകയാക്കുന്നത് നല്ലതാണ് എന്ന രീതിയിൽ സംസാരിച്ചു. അത് 1-2 ദിവസം കേരളത്തിൽ ചർച്ചയായിരുന്നു. അപ്പോൾ ആ തരത്തിൽ ആളുകൾ സ്വീകരിച്ചൊരു പദ്ധതിയാണ്. അപ്പോൾ ഇത് തിരുവനന്തപുരത്താണ് ഇതിൻ്റെ ഒരു തുടക്കം. പിന്നെ കേരളത്തിലെ ചില ഹോസ്പിറ്റലിലൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സംഘടിതമായ രീതിയിൽ ഒരു വലിയ പ്രവർത്തനമായി ആരംഭിച്ചത് തിരുവനന്തപുരത്തെ DYFI ജില്ലാ കമ്മിറ്റിയായിരുന്നു നേരത്തെ. അപ്പോൾ അന്ന് ആരംഭിച്ച് പിന്നീട് അതിൽ നിന്ന് കേരളത്തിലെല്ലായിടത്തും ഇത് വ്യാപിപ്പിക്കാം എന്നൊരു ആലോചനയിലേക്ക് എത്തിയതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 61 ആശുപത്രികളിൽ ആയിട്ട് ഈ 40,000 മുതൽ 50,000 വരെ പൊതിച്ചോറ് കൊടുക്കുന്ന സംവിധാനത്തിലേക്ക് എത്തുന്നത്. അതല്ലാതെ വേറെ എന്തൊക്കെയാണ് DYFIൻ്റെ അണ്ടറിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ? എന്തൊക്കെയാണ്? പിന്നെ ഞങ്ങൾ മുഖ്യമായിട്ടും സമൂഹത്തിലെ അനീതിക്കെതിരെ രാഷ്ട്രീയമായി യുവജനങ്ങൾ അണിനിരത്തുക എന്നുള്ളത് തന്നെയാണ്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുക, മാനവികതയ്ക്ക് വേണ്ടി നിലകൊള്ളുക, എല്ലാവർക്കും തൊഴിൽ കിട്ടാൻ വേണ്ടി, വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ അണിനിരക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ. അതോടൊപ്പം ഈ സമൂഹത്തിലെ എല്ലാ സന്നദ്ധ പ്രവർത്തനത്തിന്, ഈ സേവന രംഗത്ത് എല്ലാം ചെറുപ്പക്കാരെ സന്നദ്ധരാക്കി ഇറക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലിപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഏറ്റവും ജനങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ അറിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഒരു 10-12 വർഷത്തോളമായി തുടർച്ചയായി, അതിന് മുമ്പതുണ്ടോ അതിൽ അവാർഡൊന്നും കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ രക്തം ദാനം ചെയ്യുന്ന സംഘടനകൾക്ക് ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്. ഓരോ ജില്ലയിൽ സെപ്പറേറ്റ് ഉണ്ട്, സ്റ്റേറ്റിലുമുണ്ട്. വിവിധ സംഘടനകൾ കൊടുക്കും, എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഒക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ അവാർഡ് കൊടുക്കുന്നതിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേർക്ക് വോളണ്ടറിയായി രക്തം ദാനം ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ, സംഘടന, അതിൻ്റെ നമ്പർ 1 ഞങ്ങളുടെ സംഘടന DYFI ആണ്. ഈ പൊതിച്ചോറിനോടൊപ്പം തന്നെ ചോറ് കൊടുക്കുകയും ചോര കൊടുക്കുകയും ചെയ്യുന്ന സംഘടനയാണ് DYFI. അത് നിപ്പ വന്ന സമയത്തും ഞങ്ങൾ മുടക്കിയിട്ടില്ല, കോവിഡ് വന്ന സമയത്തും മുടക്കിയിട്ടില്ല. മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ആളുകൾ വിട്ടു നിൽക്കുന്ന സമയത്തും മെഡിക്കൽ കോളേജുകളിലേക്ക് രക്തം കൊടുക്കാൻ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുണ്ട്. പിന്നെ പഠനോത്സവം എന്നൊരു പരിപാടിയുണ്ട് ഞങ്ങൾക്ക്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് അത്യാവശ്യം പറ്റാവുന്ന ഇടങ്ങളിലെല്ലാം കുട്ടികളെ അനുമോദിക്കുകയും അതോടൊപ്പം പൊതുവിദ്യാലയങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ, ബാഗുകൾ ഒക്കെ ഞങ്ങളാൽ പറ്റുന്ന, പ്രദേശത്തെ DYFIയുടെ പ്രവർത്തകർക്ക് പറ്റാവുന്ന തരത്തിലുള്ള സഹായം, ഇടപെടലുകളൊക്കെ ചെയ്യാറുണ്ട്. ഈ യുവാക്കളുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ എപ്പോഴും പറയുന്നതാണ്, കേരളത്തിൻ്റെ യുവാക്കളുടെ ശക്തിയൊന്നും കേരളത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അവർ അതൊരു പ്രായത്തിൽ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ +2 കഴിഞ്ഞാൽ തന്നെ ഡിഗ്രി മുതൽ പുറത്ത് പോവുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതിപ്പോൾ കേരളത്തിന് പുറത്താണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലൊക്കെ പോകുന്നത്. ആ ഒരു സാഹചര്യത്തിന് യുവജന സംഘടനകൾ കൺസിഡർ ചെയ്യുന്നുണ്ടോ? അത് ഒരുപാട് പോസിറ്റീവുള്ള കാര്യമാണ്. ബട്ട് സ്റ്റിൽ നമ്മുടെ നാട്ടിൽ നിന്ന് അവർ പോകുന്നു എന്നുള്ളതിനകത്തൊരു, നമ്മുടെ നാടെന്തോ കുറവുള്ളതുകൊണ്ടാണോ അങ്ങനെ പോകുന്നത്? അങ്ങനെ തോന്നിയിട്ടുണ്ടോ അതിന്? അത് ഇപ്പോൾ ആണോ? ഇപ്പോൾ ഷംസുക്കൊക്കെ ഏത് വർഷവും വിദേശത്ത് വന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ മേധാവി എല്ലാ കാലത്തും നമ്മുടെ നാട്ടിൽ നിന്ന് കൂടുതൽ സാധ്യതകൾ അല്ലെങ്കിൽ താല്പര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് പുറത്തു വരുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളൊരു വാർത്ത കണ്ടോ എനിക്കറിയില്ല, 61 രാജ്യമാണെന്ന് തോന്നുന്നു, 60 കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ, ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഏതായാലും കുറേയേറെ രാഷ്ട്രങ്ങളിൽ നിന്ന് 2061ഓളം വിദ്യാർത്ഥികൾ കേരളത്തിലേക്ക് പഠിക്കാനായി വരുന്നു എന്നുള്ളതാണ്. കേരളത്തിലേക്ക് അവർ അപേക്ഷ കൊടുത്തു. കേരളത്തിലെ വിവിധ കോളേജുകളിലേക്ക് പഠിക്കാൻ വരിക, ഇങ്ങോട്ട് വരികയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന്. കഴിഞ്ഞ വർഷവും 5000-ഓളം കുട്ടികൾ ഇതുപോലെ വന്ന ഒരു സാഹചര്യം, വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ആളുകൾ വരുന്നുണ്ട്, തൊഴിലെടുക്കാനും വരുന്നുണ്ട്. ഇതങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. അതൊരു പ്രത്യേക എന്തെങ്കിലും പ്രതിസന്ധിയോ പ്രയാസമോ ഒന്നും കൊണ്ടല്ല. ഏത് സമയത്തും ഇങ്ങനെയൊക്കെയാണെങ്കിലും ആളുകൾക്ക് നമ്മുടെ നാടിനോടുള്ള ഇഷ്ടം കുറയുന്നില്ല, ഇങ്ങോട്ട് വരണമെന്നും ഒക്കെയാണ്. പക്ഷേ പല രാജ്യങ്ങളിൽ പോകാം, അവിടെ പോയി ജോലി ചെയ്യാം, അതൊക്കെ ഓരോരുത്തരുടെയും താല്പര്യം, ചോയ്സ് അല്ലേ. അത് ഈ കാലത്ത് മാത്രമൊന്നുമല്ല, നമ്മുടെ നാട് ഏത് കാലം മുതൽ കേൾക്കുന്നതാണ് ഈ പ്രവാസികളുടെ ഈ പ്രവാസത്തേക്കുള്ള, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത്, പഠിക്കാൻ പോകുന്നത്, ജോലിക്ക് പോകുന്നത്, ഒക്കെ എല്ലാ കാലത്തും ഉണ്ടല്ലോ. നമ്മുടെ നേതാക്കന്മാരുടെയൊക്കെ ബയോഗ്രഫിയൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്ത് നിന്ന് ആരൊക്കെ വിദേശത്ത് പോയി പഠിച്ച് തിരിച്ചു വന്നിട്ടുണ്ട്. ഇതിപ്പം നമ്മുടെ നാട്ടിൽ കോഴ്സ് ഇല്ലാത്തത് കൊണ്ടല്ല, അത് ഓരോരുത്തർക്കും കുറച്ചുകൂടി താല്പര്യമുള്ള ഒരിടങ്ങൾ തേടി അവർ പോകും. അത് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. ഇതുവരെ ഇപ്പോൾ പഠിച്ചില്ലേ, ഡിഗ്രി വരെ നാട്ടിൽ പഠിച്ചല്ലോ, ഇനി 2 വർഷം PG പുറത്ത് പോയി പഠിക്കാം. അത് ചിലപ്പോൾ ഇവിടെയുള്ള ആളുകൾ മറ്റു രാജ്യത്തേക്ക് പോകും. അങ്ങനെയൊക്കെ
ഉണ്ടാകും. അതിനൊരു പ്രത്യേക വേറെ കാര്യങ്ങൾ കാണേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പുതിയ തലമുറയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം ഏറ്റവും വർക്ക് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു തലമുറ ജെൻസി തലമുറയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ട്രോളുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജെൻസിയുടെ ഒരു വർക്കിംഗ് സ്റ്റൈൽ തന്നെ വേറെയാണ്, ഒരു മില്ലേനിയൽസിൻ്റെ ഒരു സ്റ്റൈലല്ല എന്നൊക്കെ, അവർ ഡീൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ചെയ്യുന്നുണ്ട് കമ്പനികൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പുതിയ തലമുറയിൽ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മറ്റുള്ളവർക്ക് പറ്റാത്തൊരു സാഹചര്യം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരത്ര നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു തലമുറയൊന്നുമല്ല. അവരും ഈ പറയുന്നത് പോലെ സമൂഹത്തിലൊക്കെ ഇടപെടുന്നവരും പിന്നെ കൂട്ടായ്മയിലൊക്കെ താല്പര്യമുള്ളവരും ഒക്കെ തന്നെയാണ്. അങ്ങനെ അവർ നമ്മളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടമൊന്നുമല്ല. പിന്നെ അവർ ഈ പറയുന്നത് പോലെ ഈ ഡിജിറ്റൽ യുഗത്തിൽ പൂർണ്ണമായും ഇടപെടുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ചിലപ്പോൾ ഇടപെടാത്തവർക്ക് ചിലപ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാകും. അങ്ങനെ ഇവരിങ്ങനെ ഇതിലൂടെ ഇടപെടുന്നു, അതൊക്കെ ആവാം. അല്ലാതെ അവരെ അങ്ങനെ ഇപ്പം നേരത്തെ നിങ്ങൾ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ അധ്യാപകൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തിയത്. നമ്മൾ ഈ കുട്ടികളുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്തൊക്കെ അവർ നന്നായിട്ട് ചേർന്ന് നിൽക്കും, നന്നായി സഹകരിക്കും. അപ്പോൾ പലർക്കും പല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അതിപ്പോൾ നമ്മൾ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ആവണം ഈ 2025 കുട്ടികൾ എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അവർക്ക് ആ കാലഘട്ടത്തിൻ്റെ ഒരു സ്റ്റൈലൊക്കെ ഉണ്ട്. നമ്മൾ അന്ന് ധരിച്ച വസ്ത്രം ഇന്ന് ധരിക്കണം, അന്ന് ഞാൻ നടന്നായിരുന്നു സ്കൂളിൽ പോയത്, എൻ്റെ മക്കളും നടന്നു പോയാൽ മതി എന്ന് പറയുന്നതിലൊരു അർത്ഥമില്ല. അപ്പോൾ അതിലൊന്നും കാര്യമില്ല. അവരന്ന് നമ്മൾ കണ്ട സിനിമയായിരിക്കില്ല. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ പരിചയപ്പെട്ടപ്പോൾ, കഴിഞ്ഞ ദിവസമല്ല കുറച്ച് മുമ്പ്, കൊറിയൻ പാട്ടാണ് കുട്ടിക്ക് ഇഷ്ടം. വലിയൊരു ട്രെൻഡാണ് കൊറിയൻ പാട്ട്. കൊറിയൻ ബാൻഡില്ല പുതിയ, ആ ബാൻഡിനോടുള്ള ആരാധന ഉണ്ട്. അതിനുള്ളൊരു സാധ്യത ഇപ്പം ഉണ്ട്. കാരണം ലോകമാകെ നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. അപ്പോൾ അവർക്ക് കൊറിയ വേണമെങ്കിൽ കൊറിയ, ജർമ്മനി വേണമെങ്കിൽ ജർമ്മനി, അമേരിക്ക വേണമെങ്കിൽ അമേരിക്ക, എവിടെയും ലോകത്തെവിടെയുമുള്ള വിവരങ്ങൾ അവരുടെ കൈവശമുണ്ട്. ഏത് എൻ്റർടൈൻമെൻറ്റ് വേണമെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. ഏത് ലാംഗ്വേജും അവരുടെ മുമ്പിലുണ്ട്. നേരത്തെ നമുക്കൊരു പുസ്തകം തേടി ലൈബ്രറിയിൽ പോകേണ്ടിയിരുന്നു പുസ്തകം കിട്ടണമെങ്കിൽ, ഒരറിവ് ലഭിക്കണമെങ്കിൽ. ഇന്ന് അങ്ങനെയല്ല, നമ്മുടെ കൈകളിൽ ആ ഒരു സൗകര്യമുണ്ട്. അപ്പോൾ അതുപയോഗിച്ച് കൂടുതൽ വേഗതയിൽ നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നു. അത് നല്ലതിനാവട്ടെ എന്നുള്ളത് തന്നെയാണ്. ബ്യൂട്ടിഫുൾ. ഞാനിനി നമുക്ക് ചെറിയൊരു ഫൺ സെഗ്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് പേരുകൾ ഞാൻ പറയും. കുറേ സമയം ഉണ്ടാവും. അല്ല, കുറച്ച് പേരുകൾ ഞാൻ പറയും. ആ പേരുകൾ പറയുമ്പോൾ എന്താണോ തോന്നുന്ന ഒരു നല്ല വാക്ക്, അത്ര വേണം. ഓക്കെ, ഒരു വാക്ക് ഇങ്ങനെ ഒരു വാക്ക് അവരെ ഡിഫൈൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള എന്തെങ്കിലും മെമ്മറീസ് കണക്ട് ചെയ്തതോ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഓക്കെ, റെഡി അല്ലേ? സഖാവ് പിണറായി വിജയൻ, കേരളത്തിൻ്റെ ഒരു യഥാർത്ഥ നായകൻ. ഓക്കെ. ഗോവിന്ദ മാസ്റ്റർ, ഞങ്ങളുടെ പാർട്ടിയുടെ കരുത്ത്. വി ഡി സതീശൻ, കേരളം ആഗ്രഹിക്കാത്ത പ്രതീക്ഷിക്കാത്ത ഒരു പ്രതിപക്ഷ നേതാവ്. മുഹമ്മദ് റിയാസ്, കേരളം കണ്ട എക്കാലത്തെയും മികച്ച പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി. എക്കാലത്തെയും. ഷാഫി പറമ്പിൽ, യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വമായിരുന്ന വ്യക്തി. സൗഹൃദമുണ്ടോ? സൗഹൃദമുണ്ട്. ഉണ്ട്. സ്വന്തം പാർട്ടിയിൽ നിന്ന് അല്ലാതെ ഏറ്റവും സൗഹൃദമുള്ള അത് ആരായിട്ടാണ്? കുറേ പേരുണ്ട്. എല്ലാവരും ഒരേപോലെയാണ്? അങ്ങനെ ഷാഫി നേരത്തെ ഫറൂഖ് കോളേജ് പഠിച്ചിരുന്നു. ഞാൻ അവിടെ ബി.എഡിന് പഠിച്ചിരുന്നു. യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ സമയത്തൊക്കെ ചെറിയ ബന്ധങ്ങളുണ്ട്. ഫിറോസ് ഞാൻ പഠിച്ച കോളേജിലെ സീനിയറായിരുന്നു, എൻ്റെ കുറച്ച് സീനിയറായിരുന്നു. ചിലപ്പോൾ ഫിറോസ് ചിലപ്പോൾ നിഷേധിക്കും, കാരണം വയസ്സില്ല എന്നൊക്കെ പറയുന്നത്. കുറച്ച് വ്യത്യാസമുണ്ട്. അവിടെ പഠിച്ചിരുന്നു ഫിറോസ്. അപ്പോൾ ആ ഒരു ബന്ധമൊക്കെ ഉണ്ട്. സ്വന്തം പാർട്ടിയിൽ ഏറ്റവും സൗഹൃദമുള്ളവരോടാ നമുക്കറിയുന്ന ഒരു പാർട്ടിയിൽ എല്ലാവരുമായിട്ട് നല്ല സൗഹൃദമാണ്. പിന്നെ ഞങ്ങളെയൊക്കെ കാലഘട്ടത്തിലെ ഞങ്ങൾ SFI ഒക്കെ ആയിരിക്കുന്ന സമയത്തെ DYFI ഭാരവാഹി ആയിരുന്ന ഞങ്ങളുടെ നേതാവായിട്ടുള്ള മുഹമ്മദ് റിയാസുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. ഓക്കെ. അതേപോലെ പിന്നെ ഇവരൊക്കെ ആയിട്ടുണ്ട്. സ്വരാജ് സഖാവ്, ഇവരൊക്കെ ഞങ്ങളുടെ ഒരു ലീഡർഷിപ്പായി നിന്ന ആളുകളല്ലേ. അടുത്ത പേര് അത് തന്നെയാണ്, ലാസ്റ്റ് പേര് അത് തന്നെയാണ്, M. സ്വരാജ് ഒരു കേരളത്തിലെ യുവജന വിദ്യാർത്ഥി രംഗത്തെ രാഷ്ട്രീയക്കാർക്കിടയിൽ ഒരു പ്രതിഭയാണ്. ബ്യൂട്ടിഫുൾ. ഇനി ലാസ്റ്റ് ഒരു ചോദ്യം, അതോടുകൂടി നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ സാമൂഹിക പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല ആളുകളെയും പല രീതിയിൽ നമുക്ക് സഹായിക്കാനോ അല്ലെങ്കിൽ ആ വാക്ക് ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും. മനസ്സിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും ഒരു മൊമെൻറ്റോ ഒരു ഇൻസിഡൻറ്റോ ഒരു വ്യക്തിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇത്തരത്തിൽ? ഇല്ല, അതിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ പൊതിച്ചോറ് വിതരണം ഒരു പ്രധാനപ്പെട്ട അനുഭവം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ അവസാനമാണ് തുടങ്ങുന്നത്.
അന്ന് അത് തുടങ്ങുമ്പോൾ ഞങ്ങൾ ഇത്ര പ്രതീക്ഷിച്ചിരുന്നില്ല. തുടങ്ങുന്ന സമയത്ത് എന്തായാലും നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു സംഘടനാ പ്രവർത്തനവും അതിൻ്റെ ഒരു ഒരുക്കമൊക്കെ നടത്തുമ്പോൾ ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ എൻ്റെ സുഹൃത്ത് ഇപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് കണ്ട ജംഷീർ മുഹമ്മദ് ഞങ്ങളെ കാലത്തെ SFI ഭാരവാഹിയാക്കിയിരുന്ന ജംഷീറിനോട് സംസാരിക്കുകയായിരുന്നു ഇത് തുടങ്ങുന്നതിൻ്റെ അന്നത്തെ ഒരു ടെൻഷൻ. അപ്പോൾ ഞങ്ങൾ 500 പൊതിച്ചോറിൽ തുടങ്ങാം എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ അത് വളരെ കൃത്യമായി DYFIയുടെ സംഘടന ഏറ്റെടുത്തു. അത് ഇന്ന് 5000-ഓളം പൊതിച്ചോറായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം. അവിടെ ക്യൂ നിന്ന് ഇത് ആളുകൾ പൊതിച്ചോറ് വാങ്ങി പോകുന്ന ഒരു രംഗമുണ്ടല്ലോ. നമുക്കറിയില്ല അവരുടെ രാഷ്ട്രീയം, നമുക്കറിയില്ല അവരുടെ മതം അറിയില്ല, അവരുടെ ഒന്നും നമുക്കറിയില്ല. അവർ വന്ന് പൊതിച്ചോറ് വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ ഉള്ള നമ്മളുടെ ഒരു കാലഘട്ടങ്ങളിൽ തുടങ്ങിയ ഒരു പൊതിച്ചോറ് പ്രവർത്തനം, ഈ ഹൃദയപൂർവ്വം പദ്ധതി കാണുമ്പോൾ ഒരു അഭിമാനബോധം ഞങ്ങൾക്കുണ്ട് ഈ സംഘടനയുടെ ഭാഗമായി എന്നുള്ള നിലക്ക്. അതുപോലെ തന്നെ ഈ വയനാടിലെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇടപെട്ടതും ഈ പണം സ്വരൂപിച്ച് മുഖ്യമന്ത്രിക്ക് കൈമാറുന്ന നിമിഷവും ഒക്കെ കോവിഡ് കാലത്തെ അനുഭവം. നിപ്പയുടെ കാലത്താണ് ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ തുടർച്ചയായി സ്നേഹധമനി എന്ന് പറയുന്ന ഈ രക്തദാന ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. അത് മെഡിക്കൽ കോളേജിലെ രക്തക്ഷാമത്തെക്കുറിച്ച് സംസാരിച്ചു. ആളുകൾ രക്തം കൊടുക്കാൻ പോയില്ലല്ലോ. അന്ന് ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങളുടെ ഭാരവാഹികൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോയി ആദ്യം രക്തം കൊടുത്ത് തുടങ്ങിയതാണ്. അന്ന് മുതൽ ഇന്ന് വരെ മെഡിക്കൽ കോളേജിൽ ദിനേന രക്തം കൊടുക്കുന്നുണ്ട് DYFI. ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സംഘടനാ പ്രവർത്തനത്തിലെ ഒരു നല്ല അനുഭവമായിട്ട് ഒരു കരുത്തായി കൂടെ ഉണ്ട്. ബ്യൂട്ടിഫുൾ. അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചോറും ചോരയും കൊടുത്ത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച് നമ്മളോട് ടൈം സ്പെൻഡ് ചെയ്തില്ല. ഓക്കെ.